പിന്നെ മറ്റേ സംഭവം ഒന്നാ തുടങ്ങണേ എന്ത് ഈ IFFK. അതാണ് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 29ാം പതിപ്പിന് ഡിസംബർ 13-ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇനി വരുന്ന ഒരാഴ്ചക്കാലം തിരുവനന്തപുരത്ത് സിനിമാ പ്രേമികളുടെ മണ്ഡലകാലം. 14 തിയേറ്ററുകൾ, 200ഓളം ചലച്ചിത്രങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളുടെ പട്ടികയിലെ വിപുലമായ വൈവിധ്യം, മേളയുടെ ഭാഗമാകാൻ എത്തുന്ന അന്താരാഷ്ട്ര പ്രസിദ്ധരായ സിനിമാ പ്രവർത്തകർ, മലയാള സിനിമയിലെ പുത്തൻ മിന്നലാട്ടങ്ങൾ. പറയാൻ ഏറെയുണ്ട് ഇത്തവണത്തെ മേളയെപ്പറ്റി. മേളയിൽ മികച്ച ചിത്രത്തിന് നൽകുന്ന പുരസ്കാരമാണ് സുവർണ ചകോരം. മികച്ച സംവിധായകനും നവാഗത സംവിധായകനും രജത ചകോരം. കാണികൾ തിരഞ്ഞെടുക്കുന്ന ചിത്രത്തിന് ഓഡിയൻസ് പോൾ അവാർഡ്. ആകെ 4 പുരസ്കാരങ്ങളാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മേളയിൽ സമ്മാനിക്കുന്നത്. മാറ്റുരയ്ക്കുന്നത് 14 ചിത്രങ്ങൾ. ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനിച്ചി ഫാത്തിമയും ഇന്ദുലക്ഷ്മിയുടെ അപ്പുറവുമാണ് മത്സരത്തിനുള്ള മലയാള ചിത്രങ്ങൾ. ജയൻ ചെറിയാന്റെ റിതം ഓഫ് ദമാമാണ് മത്സര വിഭാഗത്തിലെ മറ്റൊരു പ്രധാന ചിത്രം. മലയാള സിനിമാ ടുഡേയിൽ കിഷ്കിണ്ടാകാണ്ഡവും കലിഡോസ്കോപ്പിൽ സൗദി വെള്ളക്കയും മേളയ്ക്കെത്തുന്നുണ്ട്. രഞ്ജിത്ത് രാജിവെച്ച ശേഷം ചെയർമാനായി ചുമതലയേറ്റ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ ചലച്ചിത്രമേളയാണ് ഇത്തവണത്തേത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമാ കോൺക്ലേവും അടക്കം നിരവധി വിഷയങ്ങൾ ഇത്തവണത്തെ മേളയ്ക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഓക്കെ, ചലച്ചിത്രമേളയ്ക്കായുള്ള കാത്തിരിപ്പിൽ തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1.